ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസ്റ്റിൽ, 13ാം അപ്പസ്തോലൻ, നമ്മുടെ ഉള്ളിലെ ക്രിസ്തു ശിഷ്യൻ്റെ സാധ്യതകളെ നമ്മൾ തേടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 35, 36, 37 വാക്യങ്ങളിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പേരാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആദിമസഭയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു, അവർക്കൊരു സ്നേഹശാഠ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? തങ്ങളുടെ കൂടെ ദരിദ്രർ ഉണ്ടാകരുത്. അതിനവരെന്ത് ചെയ്തു? ഉള്ളതൊക്കെ അവർ പൊതുവായി കരുതി എല്ലാവർക്കുമായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇന്നും ഉണ്ടല്ലേ ഇത്. ആ ഒരു കൾച്ചർ 2000 വർഷമായി സഭ തുടരുന്ന സഭയുടെ ശൈലിയാണ്. ഇന്നും നമ്മൾ കാണുന്നില്ല അത്തരം ആളുകളെ. തങ്ങൾക്കുള്ളത് സഭയെ ഭരമേൽപ്പിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അതിഷ്ടമല്ല, ചിലർക്ക് വിമർശനങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യാവുന്ന നന്മയേക്കാൾ എത്രയോ മടങ്ങാണ് നമ്മൾ ഒരുമിച്ച് സഭ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പങ്കുവെക്കലിനുള്ള തുക ഒക്കെ പൂള് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് സഭയിൽ, സമൂഹത്തിൽ വലിയ നന്മയായിട്ട് മാറുകയാണ്. ഞാനതാ പറഞ്ഞത്, 2000 വർഷമായുള്ള സഭയുടെ സ്വഭാവം ഇത് ആരംഭിച്ചത് ആരിൽ നിന്നറിയാമോ? ഈ കാര്യം ആദ്യമായിട്ട് ചെയ്ത ആളുടെ പേരാണ് ബർന്നബാസ്. അദ്ദേഹത്തിൻ്റെ പേരുള്ളത് ഈ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 36-ാം വാക്യത്തിലാണ്. വചനമനുസരിച്ച് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് തൻ്റെ വയൽ വിറ്റിട്ട് ആ കിട്ടിയത് മുഴുവൻ സ്ലീഹന്മാരുടെ പക്കൽ ഭരമേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാകണം, സുവിശേഷ വേലയ്ക്കും പാവങ്ങൾക്കുമായിട്ട് ഇത് കൊടുക്കണേ എന്ന് പറഞ്ഞ് കൊടുത്തു കാണും. എന്നിട്ട് നമ്മളവിടെ കാണുന്നൊരു കാര്യം, ഈ ബർന്നബാസ് എന്ന പേരിൻ്റെ അർത്ഥമാണ്. ബർന്നബാസ് എന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നാണ്. പ്രിയമുള്ള ദൈവജനമേ, ഈ കാലഘട്ടത്തിലും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സ് കാണിക്കുന്ന എല്ലാവർക്കും ചേരുന്ന പേരാണ് ബർന്നബാസ്. എന്താ കാര്യം? അവരൊക്കെ ആശ്വാസത്തിൻ്റെ പുത്രനും പുത്രിയുമാണ്. നമ്മളോടുള്ള ചോദ്യം, ക്രിസ്തു ശിഷ്യനാകാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഈ കാലത്തിനുള്ളിൽ, ഈ ആയുസ്സിനുള്ളിൽ, നിൻ്റെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് പങ്കുവച്ചിട്ടുണ്ട്? നിൻ്റെ സമയം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത് ഒക്കെ മറ്റുള്ളവർക്കായി, നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി പങ്കുവെക്കുമ്പോൾ നമുക്കുള്ളിൽ 13ാം അപ്പസ്തോലൻ്റെ സാധ്യതകൾ കുറേ കൂടെ തെളിയുകയാണ്. നമ്മളും ബർന്നബാസ് ആയിട്ട് മാറുകയാണ്, ആശ്വാസത്തിൻ്റെ പുത്രനും പുത്രിയുമായി മാറുകയാണ്. ആമേൻ.